ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന്. ഇന്ന് ഡ്രൈ സ്കിന്നുകാർക്കുള്ള വീഡിയോയാണ്. എൻ്റെ സ്കിന്നും നല്ല പോലെ ഡ്രൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും റേറ്റ് കുറവിൻ്റെ പ്രൊഡക്റ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പ്രൊഡക്റ്റുമാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ സൗണ്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം. കാരണം പുറത്ത് മഴയുണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വാച്ച് അവർ ഉണ്ടായാലും മാത്രമേ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് എനിക്ക് കമൻറ്റിൽ റിപ്ലൈ തരാൻ പറ്റില്ലെങ്കിൽ നാളെ ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവേണ്ട രണ്ട് ഐറ്റമാണ് റോസ് വാട്ടറും ഗ്ലിസറിനും. കാരണം ഞാൻ എപ്പോഴും വാങ്ങുന്ന 2 ഐറ്റമാണ് റോസ് വാട്ടറും ഗ്ലിസറിനും എന്ന് പറയുന്നത്. കാരണം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നമ്മുടെ ബോഡിയിലും ഫേസിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഐറ്റമാണ് റോസ് വാട്ടറും ഗ്ലിസറിനും. പിന്നെ നമ്മുടെ ലിപ്പിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിൻ്റെ ഡ്രൈ ആയിരിക്കുന്ന ലിപ്പാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് മാറാനും പിന്നെ നമ്മുടെ ലിപ്പ് നല്ലപോലെ ഗ്ലോ ആവാനും പിന്നെ നമ്മുടെ ലിപ്പിൻ്റെ അതായത് ഇങ്ങനെ ക്രാക്ക്ഡ് ലിപ്പുള്ളവർക്ക് അവരുടെ ആ ഒരു ക്രാക്കായ ഭാഗം പീലായി പോയിട്ട് ലിപ്പ് നല്ലപോലെ കളർ വെക്കാനൊക്കെ ഈ ഒരു റോസ് വാട്ടറും ഗ്ലിസറിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനാകെ ഒരു 100 രൂപയെ താഴേക്ക് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇതിന് രണ്ടിനും കൂടി എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്നതാണ് റോസ് വാട്ടറും ഗ്ലിസറിനും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 കുപ്പി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാകും. കാരണം വളരെ കുറച്ച് മാത്രം മതി നമ്മുടെ ഫേസിലും ബോഡിയിലായാലും അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ അത് പറയാനായിട്ട് ഏറ്റവും കൂടുതൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു വെല്ലുവിളി വരുന്ന സമയം എന്ന് പറയാനായിട്ട് മഴക്കാലവും മഞ്ഞുകാലവുമാണ്. എനിക്ക് മഞ്ഞുകാലം എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ സ്കിന്ന് ഡ്രൈ ആവുമല്ലോ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെയുള്ളതാണ്. അപ്പോൾ മുൻപൊന്നും ഞാനൊരു ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ ഇതാവാൻ നിന്നിട്ടില്ല. കാരണം മഞ്ഞുകാലം മാറുമ്പോൾ അതങ്ങോട്ട് മാറിക്കോളും. ഇപ്പോൾ ഡ്രൈ ആയിരിക്കുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഉമ്മാടെയും ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഫേസ് കൈകാലുകളൊക്കെ നമുക്കൊരു 30-35 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ അതായത് ചുക്കിച്ചുളി അതായത് ഫേസൊക്കെ ചുളിഞ്ഞ് ആകെ ഒരു പരുവമാവും. അത് നമുക്ക് പ്രായം തോന്നിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളെത്തും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം മുതലേ തന്നെ നമ്മളതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ നല്ല പോലെ വെള്ളം കുടിക്കുക. ഇപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വലിയൊരു ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കുക. നമ്മൾ ഇരിക്കുന്നതോ കിടക്കുന്നതോ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെക്കുക. അപ്പോൾ കാണുമ്പോൾ കുടിക്കുക. അതായത് ഒറ്റയടിക്ക് ഒരുപാട് കുടിക്കേണ്ട, കുറച്ചായിട്ട് വെള്ളം കുടിച്ചാൽ മതി. പിന്നെ എന്ന് പറയാനായിട്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ റോസ് വാട്ടറും ഗ്ലിസറിനും യൂസ് ചെയ്യേണ്ട, അതിന് പകരമായിട്ട് മോയ്സ്ചറൈസർ വാങ്ങി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടറും ഗ്ലിസറിനും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് എപ്പോഴും ഡിം ആയിരിക്കും. അപ്പോൾ മോയ്സ്ചറൈസർ ആകുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റനിങ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ വാങ്ങാം. അപ്പോൾ ഞാൻ ഇരിക്കും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് റേറ്റ് കുറവാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗുണമുള്ള പ്രൊഡക്റ്റുകളാണ്. അതായത് നമുക്ക് കൊടുക്കുന്ന പൈസക്കുള്ള ഗുണം അതിലുണ്ടാവും. അപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങി നിങ്ങൾ എന്തായാലും വെക്കുക. എന്നിട്ട് ഡെയിലി മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ചിലർ പറയുന്നുണ്ട് പൗഡർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഡ്രൈ സ്കിന്നുള്ളവർ പൗഡർ യൂസ് ചെയ്തത് അത്ര നല്ലതല്ല. ഓയിൽ സ്കിന്നുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല, ഡ്രൈ സ്കിന്നുള്ളവർക്ക് പൗഡർ അത്ര നല്ലതല്ല. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രൈ സ്കിന്നുള്ളവർ പൗഡർ ഇടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ട് മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. ഫേസിൽ മാത്രമല്ല ബോഡിയിലും യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വാങ്ങി വെക്കുക. അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നത് ആണ് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരുപാട് ഹൈ എൻഡ് ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്ത് ഫേസിലും കൈകാലുകളിലൊക്കെ തേക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണമെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും അഫോർഡബിൾ റേറ്റിന് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നത് യൂസ് ചെയ്യാം. പിന്നെ പുറത്ത് പോകുമ്പോൾ മാത്രം ബോഡിയിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതെല്ലാം നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടറും ഗ്ലിസറിനും കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കയ്യിലും കാലിലൊക്കെ തേച്ചിട്ട് കുളിക്കുമ്പോൾ അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഒരുപാട് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയണ്ട, കുറച്ചൊക്കെ ആ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ വേണം. അപ്പോൾ ചെറിയ രീതിയിൽ മാത്രം സോപ്പ് പതപ്പിച്ചത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനും ലിപ്പിനും വെള്ളം കുടിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അതുമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ ഫേസ് എപ്പോഴും വാഷ് ചെയ്യാതിരിക്കുക. വേറൊന്നുമല്ല, മുൻപൊക്കെ ഞാൻ ഫേസ് ഇങ്ങനെ ഡള്ളായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അപ്പം തന്നെ പോയി ഫേസ് വാഷ് ചെയ്യും. ആ ഫേസ് വാഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും.
അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഫേസ് ഡെയിലി ഒരു തവണ മാത്രമേ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വല്ല ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ മേക്കപ്പ് ഉണ്ട്, അപ്പോൾ അത് വാഷ് ചെയ്യണം. അങ്ങനെയുള്ളവരാണെങ്കിൽ 2 നേരമൊക്കെ വാഷ് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു നേരമൊക്കെ ഫേസ് വാഷ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ എപ്പോഴും വാഷ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് ഒന്നുകൂടെ ഡ്രൈ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയാനായിട്ട് എന്താ, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ അത് ചേരില്ല. അതായത് എപ്പോഴും ഇങ്ങനെ ക്രാക്ക് വന്നുകൊണ്ടിരിക്കും, പിന്നെ ഒരു ഗ്ലോ ഉണ്ടാവില്ല, പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല മേക്കപ്പ് ചെയ്താൽ. എനിക്ക് ദേഷ്യം വരുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ എത്ര നല്ല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമ്മുടെ ഫേസിന് ഗ്ലോ ഉണ്ടാവില്ല. അതായത് മേക്കപ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇനി ക്രാക്ക് വന്നിരിക്കും. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് വളരെ മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഫൗണ്ടേഷൻ ഒന്നും വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക. നല്ല ഗ്ലോ കിട്ടുന്ന BB ക്രീം, CC ക്രീം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ ഡ്യൂയി ഫിനിഷ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വാങ്ങി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയുള്ള BB ക്രീം, CC ക്രീമൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരുടെ ലിപ്പും ഡ്രൈ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും ഇതേപോലെ നല്ല ലിപ് ബാമൊക്കെ വാങ്ങി യൂസ് ചെയ്ത് ലിപ്പും നല്ലപോലെ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും കരുതേണ്ട 2 ഐറ്റമാണ് നമ്മുടെ റോസ് വാട്ടർ, ഗ്ലിസറിൻ, മോയ്സ്ചറൈസർ. പിന്നെ അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ. അതായത് ഇപ്പോൾ മഴക്കാലമാണ്, വേനൽക്കാലത്ത് നിങ്ങൾക്ക് അതായത് നല്ലപോലെ ഓയിൽ കണ്ടൻറ്റുള്ള സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബയോട്ടിക്കിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് അഫോർഡബിൾ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു സൺസ്ക്രീനാണ്. അപ്പോൾ അത് ചെറിയ അളവിൽ മാത്രം എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഗ്ലോ വൈകുന്നേരം വരെ ഉണ്ടാവുന്നതാണ്. പിന്നെ കുറച്ച് മാത്രം ഫേസിൽ ഇടാൻ പാടുള്ളൂ ബയോട്ടിക്കിൻ്റെ സൺസ്ക്രീൻ. കാരണം നല്ല ഓയിലി ആയതുകൊണ്ട് ഫേസിൽ കൂടിപ്പോവരുത്. അതായത് വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഇനി നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുന്നതിൽ ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പായിട്ട് കാണാം. ഓക്കെ, ബൈ.